പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ 1600 രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ്. ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേസമയം ജൂലൈ മാസത്തിലെ പെൻഷൻ 1600 രൂപ വീതം എല്ലാ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും. ഒരുപക്ഷെ 2 മാസത്തെ പെൻഷനായിരിക്കും അവർക്ക് ലഭിക്കുക. കഴിഞ്ഞ മാസത്തിൽ 1600 രൂപയാണ് വിതരണം ചെയ്തത്. അതിന്റെ മുൻപത്തെ മാസത്തിലും 1600 രൂപയോടുകൂടി ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് ലഭിച്ചിരുന്നു. സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഈ മാസത്തെ പെൻഷനോടൊപ്പം, അതായത് ജൂലൈ മാസത്തിൽ പെൻഷനോടൊപ്പം തന്നെ 1600 രൂപ കൂടി ചേർത്ത് 3200 രൂപ എല്ലാ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. 20-ാം തീയതിക്ക് ശേഷമായിരിക്കും പണം അക്കൗണ്ടുകളിൽ എത്തുക. എന്നാൽ ഒരുപാട് ആളുകളുടെ സംശയമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ ജൂലൈ മാസത്തെ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളത്. ഏതായാലും മസ്റ്ററിംഗ് ചെയ്താലും അത് ചെയ്തിട്ടില്ലെങ്കിലും ജൂലൈ മാസം വരെയുള്ള പെൻഷൻ എല്ലാവർക്കും ലഭിക്കും. അതിനുശേഷമുള്ള പെൻഷനായിരിക്കും മസ്റ്ററിംഗിന്റെ രേഖ നോക്കി നടപ്പാക്കുന്നത്. ഈ വർഷത്തെ മസ്റ്ററിംഗ് ഈ മാസം 25 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും 30% ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് ഒരു വാർഡിൽ നിന്ന് 100 ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ 30 ആളുകൾ മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അതല്ലെങ്കിൽ അവർ നടത്തുന്ന ക്യാമ്പുകളുണ്ട്. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ ഓരോ സ്ഥലത്തും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളിൽ നിന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കൈവശം ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. ആധാർ കാർഡാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ട അടിസ്ഥാന രേഖ. മസ്റ്ററിംഗ് ചെയ്തു കഴിയുമ്പോൾ തന്നെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അത് അപ്ഡേറ്റ് ആവുകയും ചെയ്യും. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.